നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്നലത്തെ മുതൽ വിഷയം. തുടർച്ചയായിട്ട് വേറെ ഒരു വാർത്തകളും ഇപ്പം നമ്മുടെ നാട്ടിൽ ചാനലുകളൊന്നും തന്നെ കൊടുക്കുന്നില്ലെന്നുണ്ട്. ലോകത്ത് എന്ത് രാഹുൽ സംഭവം ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്തേനെ? അല്ല, ഞാൻ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ പ്രേക്ഷകർ വിഡ്ഢികളാക്കപ്പെടുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും മറന്നുപോയി. ഇപ്പോൾ ചാനലുകൾ തലക്കെട്ട് നോക്കണം. അത് 5 തലക്കെട്ടുണ്ടെങ്കിൽ 4 രാഹുൽ തന്നെ ആയിരിക്കും. അപ്പോൾ രാഹുലിൻ്റെ വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ ഇതുപോലെ വേറെ കുറേ വാർത്തകൾ വെച്ച് ഒരു പറ്റിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഉള്ളത് കാരണം അവർ മറ്റു വാർത്തയൊക്കെ വിട്ടു. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തയൊന്നും അല്ല അവരുടെ താല്പര്യം, നേരെ മറിച്ച് ജനങ്ങളുടെ ജിജ്ഞാസയെ ഇങ്ങനെ ഉണർത്തി അവരുടെ കച്ചവടം നടക്കാന്നുള്ളതാണ്. അതെ, മാത്രം ഇത് ലൈംഗിക വിഷയമാകുമ്പോൾ അതിന് നല്ല ഡിമാൻഡാണെന്ന് ഞാൻ പറഞ്ഞ ഇത് എല്ലാവർക്കും, അതായത് രാഹുലിന് ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ധാരാളിത്തം ഉണ്ടായിരുന്നു. രാഹുലിന് ലൈംഗിക ധാരാളിത്തം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യം. അപ്പൊ ഈ ദാരിദ്ര്യത്തെ മുതലെടുക്കാൻ ഒരു ധാരാളിയെ ഉപയോഗിക്കുകയാണ് ചെയ്തത്, അല്ലേ? CPM കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം മലയാളിയുടെ ഈ ഒരു സ്വഭാവം. അതാണ് ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം, ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന മലയാളിയുടെ ഈ ഒരു ലൈംഗിക ദാരിദ്ര്യത്തെ നല്ല ഭംഗിയായിട്ട് ചാനലുകൾ ദുരുപയോഗിക്കുന്നു. പല വാർത്തകളും, ഉദാഹരണത്തിന് ഏറ്റവും വലിയ കൊള്ള അക്ഷരം പറയുന്നില്ല. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഈ തിരക്കിൻ്റെ ഇടയിൽ പത്രം തുറന്നു നോക്കാൻ സമയം കിട്ടുന്ന ഇപ്പോഴാണ്. കാരണം ഈ പത്രങ്ങളിൽ കാര്യമായിട്ട് വാർത്ത വരത്തില്ലെന്ന് അറിയാമായിരുന്നു രാഹുലിൻ്റെ. നമ്മളൊക്കെ രാഹുലിൻ്റെ വാർത്തയാണ് തപ്പിപ്പോകുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മനോരമയുടെ അകത്തെ പേജ് ഞാൻ കണ്ടൊരു വാർത്ത, മന്ത്രിയും തന്ത്രിയും പോറ്റിയുടെ അടുപ്പക്കാരനെന്ന് പത്മകുമാർ പറഞ്ഞാ. അപ്പം മന്ത്രിയിലേക്ക് വന്നു കഴിഞ്ഞു. മുൻ മന്ത്രി കടകംപള്ളിയിലേക്ക് ആ സംഭവം വന്നു കഴിഞ്ഞു. പക്ഷേ ആളുകൾ വിട്ടു. അവിടെയാണ് പിണറായി വിജയൻ്റെ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാ തവണ എങ്ങനെയാണ് അല്ല, എനിക്കതിൽ അദ്ദേഹത്തിന് ബഹുമാനമാണ്. ഞാനുള്ള കാര്യം പറയാം. കാരണം ഈ രാഷ്ട്രീയ ധാർമ്മികത, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം ധാർമ്മികതയാണ്. രാഷ്ട്രീയ ധാർമ്മികത ഇപ്പോൾ അവശേഷിക്കുന്നത് സിംഗപ്പൂരിലും ദുബായിലും യൂറോപ്പിലൊക്കെയാണ്. അമേരിക്ക പോലും പോയി, യൂറോപ്പിലുണ്ട്. ഇവിടെ രാഷ്ട്രീയ ധാർമ്മികത ഇല്ല. രാഷ്ട്രീയ ധാർമ്മികതയുടെ പിന്നാലെ പോയി. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. രാഷ്ട്രീയ ധാർമ്മികത വെച്ച് നോക്കിയാൽ ഒരു കാരണവശാലും ഒരു ദിവസം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പദവിയിലൊന്നും ഇരിക്കാൻ പാടില്ല. അധാർമികതയാണ്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി മിതത്വം പാലിക്കേണ്ടതുണ്ട്. മറ്റുള്ള ഒരാളെ പോലെ, സാധാരണ മനുഷ്യനെ പോലെ അയാളുടെ ലൈംഗിക ദാഹത്തിന് വേണ്ടി അയാൾ ബാച്ചിലറാണ് എന്ന് പറഞ്ഞ് നടക്കാൻ സ്വാതന്ത്ര്യമില്ല. 36 ഇവൻ അയാൾക്ക് 18 വയസ്സാണെങ്കിലും പൊതുപ്രവർത്തകനാവുമ്പോൾ കാണിക്കേണ്ട ചില ധാർമ്മിക ഉത്തരവാദിത്വം മാതൃകയായിരിക്കണം. ആ മാതൃക എന്ന നിലയിൽ അയാളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ 2 പ്രശ്നം ബാക്കിയാവുന്നുണ്ട്. ഈ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഏതോ രാഷ്ട്രീയ ധാർമ്മികത ഉള്ളത് അവിടെയാണ് ചോദ്യം. ഒരു ധാർമ്മികതയില്ല. ഞാൻ ഒരു വൃത്തികേട് കാണിച്ചിട്ട് എന്നെ ന്യായീകരിക്കാൻ എൻ്റെ പാർട്ടിക്കാർ വരുന്നു, മറ്റുള്ളവർ കടന്ന് ബഹളം വയ്ക്കുന്നു. അതായത് നമ്മൾ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേര് പറയുമ്പോൾ എല്ലാവരും, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട സദാചാരവാദികളോട് നിങ്ങൾ ധാർമ്മികതയെ പറയും, നിയമം മാറ്റിവെക്കുക. ഈ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ മറന്നുപോകുന്നൊരു കാര്യം ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒന്നാന്തരം പ്രതീകമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ചില വീഴ്ചകൾ പറ്റുന്നു. വാസ്തവത്തിൽ ആ സ്ത്രീ അവിടെ പ്രവേശിക്കുന്നതും ആ സ്ത്രീ ചില വീഴ്ചകൾ പറ്റുന്നു. പക്ഷേ ആ ഒരു വീഴ്ചയെ വലിയ സംഭവമാക്കി നമ്മുടെ മാധ്യമങ്ങൾ മാറ്റുമ്പോൾ, ആഘോഷമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കാതെ രാഷ്ട്രീയ ധാർമ്മികത കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ ഓഫീസ് ജീവനക്കാരെ പോലും അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് കാണിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ മനസ്സ്. അദ്ദേഹത്തിൻ്റെ ആ ജോപ്പനെ അറസ്റ്റ് ചെയ്ത സംഭവം തന്നെ കണ്ടില്ല. ജോപ്പനും പിന്നെ മറ്റേ വേറെ ജിക്കു ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു. വാസ്തവത്തിൽ അവരൊക്കെ ഒരു ക്രൈമും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്ത്രീക്ക് അവിടെ അക്സസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളൊറ്റ കാരണം കൊണ്ടാണ് അവരൊക്കെ അറസ്റ്റിലാവുന്നത്. ഇത് കഴിഞ്ഞ് CPM വിടുന്നില്ല, സെക്രട്ടേറിയറ്റ് വളയുന്നു, തോറി വെക്കുന്നു, എല്ലാം ചെയ്യാന്നൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു സോളാർ കമ്മീഷനെ നിയോഗിക്കുന്നു, ജസ്റ്റിസ് ശിവരാജൻ. എന്നിട്ട് ആ മനുഷ്യൻ, ആ ജസ്റ്റിസ് ശിവരാജൻ എന്ന് പറയുന്ന റിട്ടയർഡ് ജഡ്ജ് ഉമ്മൻചാണ്ടിയെ രാത്രിയും പകലും ഇരുത്തി ചോദ്യം ചെയ്യുന്നു. വെളുക്കോളം ഇരുത്തി ചോദ്യം ചെയ്യുന്നു. എന്നിട്ടോ ഉമ്മൻചാണ്ടി ഇതിനോട് സഹകരിക്കും. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഇതിനോട് സഹകരിക്കുന്നു. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് എന്തു സംഭവിച്ചു? ഒടുവിൽ കേസ് അന്വേഷിച്ച് പിണറായിയുടെ പോലീസ്, അതും
പരമാവധി വഷളാക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചു, മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഒരു രക്ഷയുമില്ലാത്തതുകൊണ്ട് CBIക്ക് വിട്ടു. CBI കേസന്വേഷണത്തിൽ ഉമ്മൻചാണ്ടി എന്നല്ല, ഇവരെല്ലാം നിരപരാധികളാണ്. ഈ CBI എന്ന് പറയുന്നത് മോദിയുടെ CBI ആണ്. അതെ, രാഹുലിൻ്റെയോ കോൺഗ്രസിൻ്റെയോ CBI ഇല്ല. എന്നിട്ടോ നമ്മൾ ആലോചിക്കണം, ഇവരെന്താണ് പറഞ്ഞിരുന്നത്? ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി പ്രകൃതി വിരുദ്ധ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആളെന്ന നിലയിൽ പ്രചരിപ്പിച്ചാണ് വോട്ട് പിടിച്ച് തോൽപ്പിച്ചു വിട്ടത്. അതാണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ കുഴപ്പം. മാനസാന്റെ കാര്യത്തിൽ സംഭവിച്ചല്ലോ. അതെ, മാനസാന്റെ കാര്യത്തിൽ അതിന് സംഭവിച്ചു. ഈ ബാറിന്റെ തർക്കം ഉണ്ടായി. മാണിസാറിന്റെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ട്. 5 രൂപയോ 10 രൂപയോ കണ്ട് ക്യാമ്പയിൻ തുടങ്ങുന്നു. മറ്റേ എല്ലാവരും അയക്കാൻ തുടങ്ങി, അങ്ങോട്ട് എല്ലാവരും അയക്കാൻ തുടങ്ങി. അങ്ങനെ അപമാനിച്ച് ഈ മാണിസാർ നിരപരാധിയാണെന്ന് ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ കണ്ടെത്തി മകനെ വാരിപ്പുറന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ അതും ജോസ് കെ മാണിയെ കുറിച്ച് പറഞ്ഞിരുന്നെന്ന് അറിയാമോ? അവിടെയാണ് ഇതേ സ്ത്രീ ഡൽഹിയിൽ UDF-ലായിരുന്നത് കൊണ്ട് മാത്രം ജോസ് കെ മാണി ഡൽഹിയിലെ പബ്ലിക് ടോയ്ലറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊക്കെ മറന്ന് അവർ അതെല്ലാം ഉപേക്ഷിച്ച് അതുകൊണ്ട് നഷ്ടവാർക്ക അന്നൊരു MLA-യുടെ അന്നത്തെ ഒരു മന്ത്രിയോ MLA കണ്ടിട്ടുള്ള മകൻ ആത്മഹത്യ ചെയ്തു. ഈ അപമാനം സഹിക്കാനാവാതെ എത്രയോ പേര്, മാത്രമല്ല മാനസിക എത്ര പേര് പറഞ്ഞു, എത്ര പേര് കുടുംബാംഗങ്ങളെ മാനസിക. K. ബാബു എത്രയോ കാലം ഈ വ്യാജ ആരോപണങ്ങളുടെ പുറത്ത് ഏതാണ്ടൊരു പകുതി മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നറിയാം. എത്രയോ കാലം അത് കഴിഞ്ഞാണ് റിക്കവർ ചെയ്ത് വരുന്നത്. അപ്പം ഇതൊക്കെ വരുത്തിയ ഒരു കാലം നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. അതേസമയം തിരിച്ചോ പിണറായിയുടെ കാലത്ത് വന്നപ്പോഴോ രാഷ്ട്രീയ ധാർമ്മികത മാറ്റിവെക്കുന്നു. അവിടെ ഏറ്റവും വലിയ യോഗ്യത മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ജോലിക്കാരെ നിയോഗിക്കാനുള്ള യോഗ്യത അവൻ ഏതെങ്കിലും ഒരു പെണ്ണ് കേസിൽ പ്രതിയാവണം. ഇപ്പം ശശിയാണെങ്കിലും ശരി, CN രവീന്ദ്രനെ കുറിച്ച് സ്വപ്ന പറഞ്ഞില്ലേ? അതെ അതെ അതെ, ഇവരെല്ലാം പറഞ്ഞ് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. മന്ത്രി ഗണേഷ് കുമാർ, മുകേഷ്, എന്തിനേറെ ഇപ്പോൾ അഴിമതി കേസിൽ ഏറ്റവും ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നടപടി എടുത്തിട്ടില്ലല്ലോ ഇപ്പോൾ. നടപടി ഇങ്ങനെ ധാർമ്മികതയെ കൊഞ്ഞനം കാണിച്ച് ധാർമ്മികത അവർക്ക് സീസണലാണ്. എതിരാളികൾ കേസിൽ വിടുമ്പോൾ അതിൽ ധാർമ്മികത എന്നിട്ട് സ്വന്തം ധാർമ്മികത ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്തൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയാലും അവർ കേസെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഇന്നലെയാണ് ഇത് ഇന്നലെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പുള്ളി ഇപ്പോൾ തിരിച്ചത് റിക്കവർ ചെയ്ത് വരികയും പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലൊക്കെ വളരെ സജീവമാവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ശരിക്കും ഈ സംഭവം വീണ്ടും പുറത്തു വരുന്നത്. അതായത് ഇവരിത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വെച്ചിരുന്ന ക്യാപ്സ്യൂളാണ്. ഒരേ ക്യാപ്സ്യൂൾ തന്നെ. ഒരു യുവതിയും ഞാൻ ഈ വിഷയം വിശദമായി അന്വേഷിച്ചാണ്. യുവതിയെ എനിക്കറിയാം, രാഹുലിനോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ വിഷയങ്ങളെ ഈ യുവതിയുമായി വളരെ അടുപ്പമുള്ള പലരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ യുവതിയും രാഹുലും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിക്കാം എന്നുള്ള ഒരു യാത്രയെ തന്നെയായിരുന്നു. പക്ഷേ ഈ യുവതി വിവാഹിതയായിരുന്നു. അതെ, വിവാഹിതയായിരുന്ന യുവതി ഒന്നുകിൽ ഞാൻ രാഹുലിനോട് ആരാണ് യുവതി എന്ന് ചോദിച്ചിട്ടില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടില്ല, നമ്മളല്ലാതെ അന്വേഷിച്ചറിയുന്നത്. അപ്പം രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നുകിൽ ഈ ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുകയാണ്, നമുക്ക് വിവാഹം കഴിക്കാം എന്ന് യുവതി പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ വിവാഹ കാര്യം പോലും മറച്ചു വെച്ചിട്ടുണ്ടാവാം. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുലും ഈ യുവതിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിലായിരുന്നപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭാഷണം നടത്തിയിട്ടുണ്ടാവാം, ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയത്തില്ല. ഇനി അതും തന്നെ വ്യാജമാണോ നമുക്കറിയില്ല. എന്തായാലും യുവതി പരാതി കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ യാഥാർത്ഥ്യമാവാം എന്ന് കരുതാം. അപ്പം ഈ ഒരു പ്രശ്നം പെട്ടെന്ന് കുറച്ച് പേർ രാഹുലിനെതിരെയുള്ള ഒരു ആയുധമായി പൊക്കിക്കൊണ്ടുവരുന്നു. ഇത് മാത്രമല്ല, രാഹുലിൻ്റെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും, ഇതിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന രാഹുൽ 15 യുവതികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചതാണ്. എനിക്ക് ഈ സുരേന്ദ്രൻ്റെ മഹാമനസ്കതയുണ്ടല്ലോ, അതായത് 15 യുവതികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അത് വെളിയിൽ പറയാതിരിക്കാൻ കാണിച്ച മഹാമനസ്കത. അതായത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണല്ലോ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചോദിക്കുന്നത് സുരേന്ദ്രനെ ഇപ്പൊ പെട്ടെന്ന് പറയാണ് ഇയാൾ 15 പേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ സുരേന്ദ്രന് നല്ല നിശ്ചയമുള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. പോലീസ് എന്തായാലും ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു പരാതി കിട്ടിയിട്ടുള്ളൂ. ഈ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം മറച്ചു വെച്ചത്? ഒരുപക്ഷെ കൃഷ്ണകുമാർ തോക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാവാം.
ഇത് പറഞ്ഞ കൃഷ്ണകുമാരന് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ഇപ്പോഴത്തെ ഈ വിഷയത്തെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ ഉദാഹരണമാണ് സുരേന്ദ്രൻ ഇപ്പം പറഞ്ഞത്. എന്നിട്ട് രാഹുലിന്റെ സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന പ്രചരണങ്ങൾ അതിനേക്കാളും വിചിത്രമല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ പരിശോധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ചെയ്തത് തെറ്റോ ശരിയോ എന്താണ്? രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രം, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് അവിടെയും എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അധാർമികമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ പരസ്പര സമ്മതത്തോടുകൂടി നിയമപരമായ എന്ത് കാര്യം, അപ്പം ഗർഭചിത്രം നിയമവിരുദ്ധമാണ്. പക്ഷേ ഈ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞ് അതിൽ ഗർഭമുണ്ടായാൽ ആ ഗർഭം ഇല്ലാതാക്കുന്നത് ആ പ്രണയത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇല്ലേ? അതങ്ങനെ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഈ യുവതിയുടെ വിവാഹം കഴിഞ്ഞ് 2024 ഓഗസ്റ്റിലാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നാണ് പരാതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് 7-8 മാസം കഴിയുമ്പോൾ പീഡിപ്പിച്ചു, തൊട്ട് പിന്നാലെ ഗർഭചിത്രം നടത്തിയെന്നാണ് പരാതി. അപ്പം ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ഗർഭം രാഹുലിൻ്റെ തന്നെയാണോ? അവർ തമ്മിൽ വിവാഹമോചിതരായിട്ടില്ല. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടല്ലോ, പലർക്കും അറിഞ്ഞുകൂടാത്തൊരു വിഷയം. അവർ തമ്മിൽ വിവാഹമോചിതരായിട്ടില്ല, വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഗർഭം രാഹുലിന് തന്നെയാണോ? ഗർഭമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, രാഹുലുമായി പ്രണയത്തിൽ ഉള്ളപ്പോൾ ആ യുവതി ഒരുപക്ഷെ നിന്റെ ഗർഭമാണെന്ന് പറഞ്ഞത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതെ. ഇനി നമ്മൾ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ രാഹുലിന് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം പലരും പറയുന്ന മാതിരി രാഹുലിന് ഒന്നിലധികം ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സൈക്കോപാത്തായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇപ്പം ചിലരൊക്കെ പറയുന്നത് വിചിത്രമായ സംഗതികളാണ്. വളരെ പ്രായമായ ഒരു വനിതാ നേതാവിനോട് പോലും രാഹുൽ മോശമായി സംസാരിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഥകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഒരു സൈക്കോപാത്താണ്, രാഹുൽ ഒരു സൈക്കോ ക്രിമിനലാണ്. അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വളരെ വിചിത്രം. പക്ഷേ ഒരു ബന്ധമുണ്ടാവുകയും ആ ബന്ധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി രാഹുൽ ഒരുപാട് ഇടപാടുകൾക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായും തെറ്റെന്ന് പറയാൻ പറ്റുമോ? അതെ, അവിടെയാണ് വന്നിരിക്കുന്നത്. ഇനി അത് വിവാദമായി. അതുകൊണ്ടാവാം രാഹുൽ ഒരിക്കലും ഈ സംഭവത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയുന്നില്ല. ഓഡിയോ ക്ലിപ്പ് സത്യമാണോ പറയുന്നില്ല. രാഹുലിന് അറിയാവുന്നതുകൊണ്ട് ആ ഒരു സത്യസന്ധത നമ്മൾ അംഗീകരിക്കണം. വേണം രാഹുലിന് തള്ളിപ്പറയാൻ. ഇതിനു മുമ്പ് പല നേതാക്കളെക്കുറിച്ച് വന്നിട്ടുള്ള പല കാര്യങ്ങളും അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ അതിന് ശ്രമിച്ചില്ല. അപ്പോൾ രാഹുൽ ഇത് വിഷയമാവുന്നു, പെണ്ണ് പരാതിപ്പെടാതിരിക്കുന്നു. കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ കുറേ കാലം ഗൂഢാലോചന ചർച്ച നടക്കുന്നു. ഒടുവിൽ കേസാവുന്നു. കേസായ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത്, ഇനി കേസായല്ലോ, കേസായപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് രാഹുൽ നിയമത്തെ ഭയപ്പെടുന്നത്, എന്തിനാണ് രാഹുൽ ഒളിച്ചോടിയത് എന്ന് ഇതെന്നോട് വന്ന് ചോദിച്ചത്. എനിക്ക് തോന്നിയൊരു സംശയം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാവരും സംസാരിക്കുമ്പോഴും രാഹുൽ അങ്ങും പോകില്ലല്ലോ, അവിടെ തന്നെ കാണുമായിരിക്കും എന്നാണ് പൊതുവെ എല്ലാവരും സംസാരിച്ചത്. ഇല്ല, ഞാൻ എൻ്റെ ചോദ്യം, ഇപ്പം രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് കരുതുക. അപ്പം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചപ്പോൾ ഷർഷാദ് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിനെ, അയാൾ 100% നിരപരാധിയായ മനുഷ്യനാണ്. അയാളെ കൈവലങ്ങ് വെച്ച് ഓർക്കണം, ഒരു സിവിൽ തർക്കമായിരുന്നു, ക്രിമിനൽ കേസായിരുന്നു. ആ സിവിൽ കേസിന് അയാൾ അവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാജേഷ് കൃഷ്ണയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശശി വിളിച്ച് പറഞ്ഞിട്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ചെന്നൈയിൽ പോയി രസൈ പക വീട്ടുന്നതിന് വേണ്ടി എറണാകുളത്തെ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ആ ശ്രീജിത്ത് രസയുടെ നേതൃത്വത്തിൽ ഇവനെ ചീത്ത വിളിച്ച് കയ്യാമം വെച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇവനെ ജയിലിലടച്ചു. അത് പണിയാകും. ശ്രീജിത്തിനെതിരെ ഇപ്പം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അയാളുടെ പണി തെറിപ്പിച്ചിട്ട് എന്നോട് ഷർഷാദ് പറഞ്ഞത് എൻ്റെ ജീവിതം ഇനി ഞാൻ ഈ CIക്ക് വേണ്ടി മാറ്റി വെക്കുമെന്ന് പറഞ്ഞു. അത് രണ്ടാമതനുഭവിക്കും. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ എൻ്റെ കേസുണ്ടായപ്പോഴും എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ ഇതിന് പേടിച്ചോടുന്നതെന്ന് ചോദിച്ചു. പേടിച്ചോടിയില്ല. സംഭവിക്കാൻ പോകുന്നത് 2-3 ഒന്ന്, നമ്മുടെ രാജ്യത്തെ നിയമം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തിയാൽ അതിന് ഒരു തെളിവും വേണ്ട, അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ. ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തെളിവും ബാധകമല്ല. അയാൾ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ട് ജയിലിലടയ്ക്കുന്നു. മജിസ്ട്രേറ്റിന് ഈ ഒരാളെ കൊണ്ട്, ഒരു പ്രതിയെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് തെളിവ് പരിശോധിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. മജിസ്ട്രേറ്റ് നോക്കേണ്ടത് ഏതെല്ലാം വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്, പോലീസ്. അപ്പോൾ ആ ചുമത്തിയിരിക്കുന്ന വകുപ്പ് അനുസരിച്ച് ഇപ്പം എൻ്റെ കാര്യത്തിൽ പോലും എൻ്റേത് വേണമെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശാനുസരണം ജാമ്യം തരാമായിരുന്നു. കാരണം വെച്ചാൽ 7 വർഷത്തിൽ താഴെയാണ് കുറ്റകൃത്യമെങ്കിൽ ജാമ്യം കൊടുക്കാം. പക്ഷെ കൊടുക്കണം നിർബന്ധമില്ല. രാഹുലിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ 3-4 കുറ്റകൃത്യങ്ങളാണ്. ഒന്ന്, ബലാത്സംഗം കുറഞ്ഞത് 10 വർഷം ജീവപര്യന്തം. 2,
നിർബന്ധിത ഗർഭചിത്രം ഗർഭചിത്രം ഇതുപോലെ തന്നെ 10 വർഷമാണ്. കാരണം ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ ഫോഴ്സ് ചെയ്ത് ചെയ്യും. 3 ഇയാളുടെ നഗ്നചിത്രങ്ങൾ, പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ, പിന്നെ ഒരുപാട് ചെറിയ വകുപ്പുകളുണ്ട്. ഈ 3 ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ അവിടെ നിൽക്കുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ രാഹുലിനെ ഇവർ കയ്യാമം വെച്ചുകൊണ്ട്, കാരണം ഇതൊരു ഇലക്ഷൻ സമയമാണ്, പാലക്കാട് തിരുവനന്തപുരം കൊണ്ടുവരും, ആഘോഷിക്കും, റിപ്പോർട്ടർ ചാനലൊക്കെ ആഘോഷിക്കും, ഇതാ കൊടും ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ വരും. എന്നിട്ട് കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയ കോടതി റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്താൽ ഇവർ ചോദ്യം ചെയ്യലിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു മേടിച്ചിട്ട് ഇവർ ഈ രാഹുലിനെ കയ്യാമം വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എവിടെയെല്ലാം ഇവർ പോയിട്ടുണ്ടോ എല്ലാ സ്ഥലത്തും തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഓർക്കണം, തെരഞ്ഞെടുപ്പ് സമയത്തെ പാലക്കാടും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ ഈ മനുഷ്യനെ കൊണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭയാനകമായ അവസ്ഥയുണ്ട്. ഈ ഭയാനകമായ അവസ്ഥയെ താങ്ങാൻ രാഹുലിന് ശേഷിയുണ്ടോ, ഈ സമൂഹത്തിന് ശേഷിയുണ്ടോ ചോദ്യം. അതുകൊണ്ട് രാഹുലിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ആലോചിക്കൂ, ബലാത്സംഗ കേസിൽ പ്രതിയായ വിജയബാബു, നടൻ വിജയബാബു, നടൻ സിദ്ദിഖ്, ഇവരൊക്കെ എന്താ ചെയ്തത്? മാറി നിൽക്കുകയോ ചെയ്തത്. ഇവരാരും അറസ്റ്റിന് എഴുതിയില്ല. അപ്പോൾ അവരുടെ മുമ്പിലുള്ള വഴി മുൻകൂർ ജാമ്യത്തിൽ. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കൂ, ഹൈക്കോടതി ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു മാറി നിന്നിട്ട്, ഞാൻ പോലീസിന് പിടികൊടുക്കാതെ മാറി നിന്ന് ഹൈക്കോടതി കൊടുക്കുന്നു. ഹൈക്കോടതി എൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. അപ്പോൾ പിന്നെ എന്നെ കിട്ടിയാൽ, എന്നെ എവിടെ നിന്നിട്ട് പിടിച്ചാലും എന്നെ പിന്നെ എനിക്ക് ഒരിക്കലും ജാമ്യമില്ല. കാരണം ഹൈക്കോടതി വരെ മുൻകൂർ ജാമ്യം തള്ളി ഒരാൾക്ക് എങ്ങനെ ഒരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തരും? എങ്ങനെ ഒരു അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം തരാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിനു ശേഷം എനിക്ക് ജാമ്യം കിട്ടിയാൽ എൻ്റെ മേലെ അടുത്ത കേസിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. നമ്മുടെ രീതി അങ്ങനെയാണല്ലോ. അതാണ് സുരേന്ദ്രനെ ജയിലിലടച്ചില്ല ദീർഘകാലം. അതെ. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വിവേകമുള്ളവർ മാറി നിൽക്കും. അത് തന്നെയാണ് ഇദ്ദേഹവും ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കേസിൽ നിന്നും പിടികൊടുക്കാതെ മാറി നിന്ന ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നേയില്ല ഞാൻ. കാരണം അതാണ്. അതേസമയം ഒരാളെ കൊലപാതകം നടത്തി മുങ്ങിയിട്ടൊരു കാര്യമില്ല. കാരണം എന്ന് വന്നാലും ജയിലിലാവും. പിന്നെ അവൻ മുങ്ങിയാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുങ്ങുക മാത്രമേ വഴിയുള്ളൂ. അപ്പം അതേസമയം ഇവിടെ എന്ന് പറഞ്ഞാൽ അയാൾ നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാറി നിൽക്കുക. അപ്പം ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യം ഇപ്പം തന്നെ നോക്കൂ. രാജ്മോഹൻ ആലോചിച്ചു ഈ കേസിൻ്റെ ഒന്നാലോചിച്ചു. ഒന്ന് ബലാത്സംഗമാണ്. എന്താണ് ബലാത്സംഗം? നിയമത്തിൽ കൃത്യമായി പറഞ്ഞത് ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അനുമതിയില്ലാതെ ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, ലൈംഗിക ബന്ധം പോലും വേണ്ട. 2013 ഇതനുസരിച്ച് 2013 വരെ പെനട്രേഷനും ഈ ഇത് നടക്കണമായിരുന്നു. പക്ഷേ 2013 ശേഷം അതുപോലും വേണ്ട. പക്ഷേ സമ്മതമില്ലാതെയാണ് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് തെളിയിക്കണം. ഇവിടെ ഒരിടത്തും ആ സ്ത്രീ ആ ശബ്ദരേഖയിലോ അല്ലെങ്കിൽ പിന്നീടുള്ള ഒരിടത്തുമോ ആ സ്ത്രീ പറയുന്നില്ല നീ എൻ്റെ സമ്മതമില്ലാതെ എന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നിലനിൽക്കത്തില്ല. ഇവർ തമ്മിൽ ചാറ്റുണ്ടാവും, ഇവർ തമ്മിൽ തെളിവുണ്ടാവും, ഇവർ തന്നെ പുറത്തോട്ട് ശബ്ദരേഖയുണ്ട്. അതുകൊണ്ട് സമ്മതമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഈ ജീവപര്യന്തം വരെ കിട്ടുന്ന കുറ്റം അതേപടി പൊളിഞ്ഞുപോയി. പിന്നെ രണ്ടാമത്തത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവള് തന്നെ പറഞ്ഞിട്ട് ഇവൻ പാലക്കാടായിരുന്നു പറയുന്നുണ്ട്. ഇലക്ഷന്റെ പ്രചരണത്തിന് നിലമ്പൂരായിരുന്നു പറയുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഇവൻ മരുന്ന് വാങ്ങി ഒരു കൂട്ടുകാരനെ കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ മരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവും. സ്വാഭാവികമായി. മാത്രമല്ല പറയുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നല്ലോ എന്നിപ്പോ പറയുന്നു. അപ്പൊ ചോദ്യം വെച്ച് 2-3 ദിവസം കഴിഞ്ഞ് രക്ഷിക്കാമെങ്കിൽ എന്തിനാണ് അപ്പം മരുന്ന് കഴിച്ചത്? വീഡിയോ കോളിലാണല്ലോ, തെളിവുണ്ടല്ലോ. വീഡിയോ കോളിലൂടെ പറഞ്ഞത്. അപ്പം മരുന്ന് കഴിക്കും എന്ന് ഉറപ്പാക്കാൻ അവൻ വീഡിയോ കോൾ വിളിച്ചു. മരുന്ന് കഴിച്ചത് എന്തിനാണ്? അപ്പം അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവൾക്ക് മരുന്ന് കൊടുത്ത് അവളെ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നതും നിലനിൽക്കത്തില്ല. അപ്പോൾ ഈ 2 വകുപ്പാണ്. പിന്നെ മൂന്നാമത്തത് നഗ്ന വീഡിയോ പകർത്തി എന്നുള്ളതാണ്. നഗ്ന വീഡിയോ പകർത്തി ഭയപ്പെടുത്തി എന്ന് പറയുന്ന സാധനം അത് 67A-യും 67C ഒക്കെ നിർത്തും. 67A ഒക്കെ നിൽക്കുന്നു. കുറേ വകുപ്പുകളുണ്ട്. അത് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുഴപ്പമാണ്. അത് പക്ഷേ പരിശോധനയിൽ കണ്ടെത്തേണ്ടി വരും. ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും കണ്ടെത്തേണ്ടി വരും. കണ്ടെത്താതെ ഇങ്ങനൊരു ദൃശ്യം ലീക്കായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയാണെന്ന് മനസ്സിപ്പം ഉദാഹരണത്തിന് ദിലീപിൻ്റെ കേസിലെ നടി അതിജീവിതയുടെ കേസിൽ ഈ നഗ്ന ദൃശ്യങ്ങൾ ഒരു തെളിവാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ കഴിയില്ല. ആകെപ്പാടെ തെളിയിക്കാൻ കഴിയുന്ന മാത്രമല്ല പിന്നുള്ളത് വഞ്ചനയാണ്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു. വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ
ഇങ്ങനെയൊരു പ്രശ്നമില്ല. അതെ. അവർ വിവാഹിതയാണ്, സെപ്പറേറ്റഡ് ആയിട്ടില്ല, സെപ്പറേറ്റ് ആകാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ വിവാഹം വാഗ്ദാനം കൊടുത്താണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് ഇരിക്കുന്നത്? അടുത്തത് തിരിച്ചു പറയാമെന്ന് വെച്ചോളൂ. ഇവനിപ്പോൾ ഇവരുടെ ഡിഫൻസ് എന്ന നിലയിൽ ഇവരെടുക്കും. ഇപ്പം നമ്മുടെ രാഹുൽ ഗാംഗുട്ടൊക്കെ രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് എന്താണ്? അവർ വഞ്ചിച്ചു, വിവാഹിതയാന്നുള്ളത് മറച്ചു വെച്ചു. അത് തെറ്റാവാനാണ് സാധ്യത അങ്ങനെ. പക്ഷേ അങ്ങനെ ഒരു ഡിഫൻസ് എടുത്താൽ, ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, ഇവൾ എന്നോട് പറഞ്ഞ് വിവാഹിതയാന്ന് പറഞ്ഞിരുന്നില്ല, ഞാൻ അങ്ങനെ ബന്ധത്തിലാണ് വന്നത്, പക്ഷേ അവസാനമാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇവൾ വിവാഹിതയാണെന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു ഡിഫൻസ് എടുത്താൽ എങ്ങനെ തെളിയിക്കും? ആരാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനാണെന്ന ഒരു മനുഷ്യന് സാങ്കേതിക വിധത്തിൽ ഒരാൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രശ്നം വരികയും കല്യാണം കഴിക്കാൻ പുള്ളി സമ്മതിച്ചു. അവർ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ എല്ലാം ഏറ്റു. ആ ബന്ധുക്കൾ വന്ന് ഉറപ്പിക്കാൻ ചെന്നപ്പോൾ അറിയുന്നത് ഈ സ്ത്രീക്ക് നേരത്തെ ഒരു കുട്ടിയാണെന്നുള്ള കാര്യം. ആ കാര്യം ഇയാളൊന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അയാളൊന്നും ചെയ്യാൻ പറ്റാതെ കല്യാണം കഴിച്ചു. അല്ല, അപ്പം ഞാൻ പറഞ്ഞ ഇത് വഞ്ചനയാണ്. അതെ. അപ്പം ഇത് നിയമപരമായി, ഞാനിത് പറഞ്ഞ നിയമപരമായാണ്, ധാർമ്മികമായല്ല. ധാർമ്മികമായ ശരിയാവട്ടെ, നിയമപരമായി ഈ വകുപ്പ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിലും നിലനിൽക്കത്തില്ല. അങ്ങനെ നിലനിൽക്കാത്ത കുറേ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ മഹാവൃത്തി കിട്ടുവാനാണ്, അതാണ് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെയും മുകേഷിൻ്റെയും പി ശശിയുടെയും ഗോപി കോട്ടിമുറിക്കലിൻ്റെയും പി കെ ശശിയുടെയും ഒക്കെ സംഭവങ്ങൾ നോക്കണം. അല്ല, CPIനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവർക്ക് താൽക്കാലിക നേട്ടങ്ങൾ മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ. താൽക്കാലികമായ ഇത് ഇപ്പോൾ ഒരു കുറഞ്ഞ ഘട്ടം ഉണ്ടാക്കുക, വെണ്ണ കേസൊക്കെ ഉണ്ടാക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുകളയുക, പിന്നെ അടുത്ത കേസിലേക്ക് അങ്ങ് പോവുക. തങ്കമണി സംഭവമാണെങ്കിലും നമുക്ക് സൂര്യനെല്ലി കേസാണെങ്കിൽ ഇതെല്ലാം പിന്നീട് ഇവരെന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ തങ്കമണി സംഭവം കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ധരിക്കുന്നത് ഒരു സ്ത്രീയാണെന്നാണ്. ഈ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടറിയോ? രാജകുമാരി, പ്രകാശ്. അത് ബാബുപോൾ സാറോട് തമാശക്ക് പറഞ്ഞു, അദ്ദേഹം കളക്ടറായിരുന്നല്ലോ. അപ്പൊ ടൂർ പരിപാടി വയ്ക്കുമ്പോൾ രാജകുമാരി തങ്കമണി ഇങ്ങനെ സ്ഥലം എഴുതിയിരിക്കുന്നു. അപ്പൊ ഭാര്യ ഇത് കണ്ടിട്ട് അവരെ പിടിവിടാൻ വന്നു കാണാൻ ഉള്ള ആള്. തങ്കമണി, രാജകുമാരി, പ്രകാശ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. ഈ പറയുന്ന ഈ ആളുകൾ ബാലമ്പള സിറ്റി ബാലമ്പള സിറ്റി ബസ്സൊക്കെ ഉണ്ട്. കോട്ടയം ബാലമ്പള സിറ്റി ബസ്സൊക്കെ ഉണ്ട്. ബാലമ്പള്ളി അല്ല ഈ പറയുന്ന ഈ വിചിത്രമായ സ്ഥലപ്പേരുകൾ ഒരുപാടുണ്ടോ? ഇടുക്കിയിലുണ്ട്. അല്ല, അപ്പൊ നമ്മൾ ആലോചിക്കണം, 87 തങ്കമണി, 96 സൂര്യനെല്ലി, അതുപോലെ ഐസ്ക്രീം പാർലർ കേസ് 2006. ഇതിലൊക്കെ തന്നെ സജീവമായി പിന്നെ ഈവൻ 2016 പോലും ജിഷയുടെ കൊലപാതകം ഉണ്ട്. PP തങ്കച്ചനാണ് കൊന്നതെന്ന് പറഞ്ഞായിരുന്നു. പെരുമ്പാവൂര്. ഇവരെപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എല്ലാ ഇലക്ഷനും അവർക്കൊരു സാധനം കാണും. അത് അല്ല, അത് പക്ഷേ ഇതിവർക്ക് ഫലപ്രദമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ആ സമയത്തേക്ക് മാത്രം അത് മതി അവർക്ക്. അത് ആ പ്ലേസ് ചെയ്യുകയും അത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യ ജോലി ചെയ്യുന്നൊരു NK ജയകുമാർ എന്ന് പറയും. ജയകുമാറിൻ്റെ പോസ്റ്റ് ഞാൻ എൻ്റെ അടി ചോദിച്ചു. ജയകുമാർ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ വയ്യാത്തത് രാഹുൽ മങ്കൂട്ടത്തിലല്ല, രാഹുലിനെ ന്യായീകരിക്കുന്ന ചില ആളുകളാണ്, ദുഷ്ടജന്മ പോസ്റ്റ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഏറ്റവും അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ ഇവർക്ക് പല ലെയറായിട്ടുള്ള സോഷ്യൽ മീഡിയ ആളുകളുണ്ട്. ഒന്ന് പോരാളി ഷാജി അടക്കമുള്ള ഏറ്റവും തറ ടീം, എന്തും തെറി വിളിക്കുന്നവർ. രണ്ട് നമ്മുടെ സെബിൻ ജേക്കബ് ഒക്കെ ഉണ്ടല്ലോ, സെബിൻ ജേക്കബ്, ബുദ്ധിജീവികൾ, അതായത് നല്ല ഭൗതിക ഭാഷയിൽ മാത്രം സംസാരിക്കുന്നവർ. പിന്നെ ഇവർക്ക് എഴുത്തുകാർ, നമ്മുടെ ദീപ നിശാന്ത് മുതൽ സാംസ്കാരിക നായകർ, അവരൊക്കെ ബഷീർ വള്ളിക്കുന്ന്, ഇങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അതുകൂടാതെ ഇവർക്ക് ഇതിനൊക്കെ പുറത്ത് ഇടതുപക്ഷക്കാരല്ലാത്ത, ഇപ്പം ഹരീഷ് വാസുദേവനായിക്കോട്ടെ, ഞാനീ പറഞ്ഞ ജയകുമാർ ആയിക്കോട്ടെ, ഈ ഇടതുപക്ഷക്കാരല്ലാത്ത മുരളീകുമാരകുടി, ഇവരാരും ഇടതുപക്ഷക്കാരല്ല. പക്ഷെ ഇവരൊക്കെ ഈ പറയുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് കരയുകയും സങ്കടപ്പെടുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ടീംസാണ്. അവരൊക്കെ എന്നിട്ട് അങ്ങനെ വളരെ വൈകാരികമായി ഇതിനെ പ്രതികരിക്കുന്ന ആ ഭാഷയിൽ എഴുതുന്ന ഇവരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ഇവരാരും പക്ഷേ മറുഭാഗത്ത് ഉമ്മൻചാണ്ടിക്ക് അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ല. ഇവരൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയും കൈമാണിക്കെതിരെയും ബഹളം വെച്ചവരാണ്. അറിയാമല്ലോ, ഇവിടെ സ്ഥിരം ഒരു പ്രസ്താവന വരും, ഒരു 50 പേര് ഒപ്പിട്ട ഒരു സംസ്കാര പ്രസ്ഥാന വിഷയം വരും. പ്രസ്ഥാനം നിലവിൽ വന്നിട്ടില്ല, ഇപ്പോൾ ഉടനെ നാളെ വരുമായിരിക്കും. അപ്പോൾ ഓർക്കണം, ഇതുവരെ ഒരു സ്ത്രീ രംഗത്ത് വന്നില്ലായിരുന്നു, ഇപ്പോൾ ഒരു സ്ത്രീ രംഗത്ത് വന്നു. ആ സ്ത്രീ ഒരു ഇപ്പോൾ ഇയാൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ വല വീശി പിടിച്ച് മോഹന വാഗ്ദാനം നൽകി ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പറ്റിച്ചതായിരുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ വിവാഹിതയായ ഒരു സ്ത്രീയാണ് പരാതിക്കാരി. ആ സ്ത്രീയും ഇയാളും തമ്മിൽ പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ സംഭാഷണത്തിൽ ഒരിടത്തും ഈ സ്ത്രീ പറയുന്നില്ല, എൻ്റെ അനുമതി ഇല്ലാതെയാണ് നിങ്ങൾ എന്നെ ദുരുപയോഗിച്ചെന്ന് പറയുന്നില്ല, നിങ്ങൾ എന്നെ റേപ്പ് ചെയ്തില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളെ ഞാൻ സുഹൃത്തായിട്ട് കരുതില്ലെന്ന് പറയുന്നില്ല. അപ്പം ഈ ഒരു വലിയ
ഒരു 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 ഗൂഢാലോചന ഉണ്ടാക്കി. അത് കറക്റ്റ് സമയത്ത്, അത് 3-4 മാസം മുമ്പ് തന്നെ അവരതിൻ്റെ ഈ അപ്പം ചുടുത്ത് കുറച്ച് ചുട്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കുറച്ച് കയറ്റി കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് വലിയൊരു വിപ്ലവമാക്കി. സത്യത്തിൽ ഇവരടുത്ത തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചിരുന്നത് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഈ പാലക്കാട് സജീവമായി ഷോ ആയത്. അപ്പം അതിൻ്റെ അകത്ത് ഇന്നിപ്പോൾ എന്നോടൊരു ഒരാൾ വിളിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ശരിയാ, അതായത് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം രാഹുൽ, അല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പലപ്പോഴും എനിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കെതിരെ ചങ്കം വിരിച്ച് നിൽക്കാറുണ്ട്, പോടാവില്ലെതിരെ. കാരണം എനിക്ക് 100% ഉറപ്പാണ് നമുക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയൊരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ രാഹുൽ എന്താ ചെയ്യേണ്ടത്? ഒതുങ്ങി നിൽക്കണമായിരുന്നു, സൂക്ഷിക്കണമായിരുന്നു. ഇപ്പം രാഹുൽ ഇപ്പം ഇത്രയുമൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ട്, ഈ ഒരു സ്ത്രീ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇരിക്കവേ രാഹുൽ അവിടെ പോയി ഒരേ ചുമന്ന ഉടുപ്പിൽ ആ നടിയെ കൊണ്ടുവന്നിട്ട് അതിലെ കൂടെ കാണിക്കുന്നു, ഷോ കാണിക്കുന്നു, അതിൻ്റെ ഈ റീൽസ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഇച്ചിരി ലോ പ്രൊഫൈൽ നിൽക്കുന്നത്. ഇതൊന്നും ഈ റീൽസ് എടുത്ത് അതൊക്കെ രാഹുലിൻ്റെ വീഴ്ചയാണ്. അതൊക്കെ വേണം അഹങ്കാരം എന്ന് പറയാം. അതായത് രാഹുലിന് വേണമെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ചെയ്തോട്ടെ, പക്ഷേ രാഹുൽ അതിനെ ദേശീയ തലത്തിലൊരു ചർച്ചയാക്കി ഈ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ചൊടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, CPM ഇത്തരം സംവിധാനം എല്ലാം ഉണ്ട്. അവരെ ഒരാൾ പെട്ടാൽ രക്ഷിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസിൽ ഒരു സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, ഒരുത്തെ ഏതെങ്കിലും ഒരു ചെന്ന് പെട്ടിയപ്പനെ അവനെ ചവിട്ടി താഴ്ത്താൻ 100 പേര് ഇറങ്ങി വരെയും ചെയ്യും. അതെ രാജ്മോഹൻ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കും റോളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചെന്നിത്തലാണ് ഇടയ്ക്കിടയ്ക്ക് ഈ രാഹുലിനെ നടപടി വേണമെന്ന് അദ്ദേഹം പലപ്പോഴും ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. മുരളീധരൻ അടക്കമുള്ളവർക്ക് ചെയ്ത് വിളിക്കും. ഈ സതീശനാവട്ടെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു ചാനൽ അവതാരികയെ കൊണ്ട് ഈ വിഷയത്തിൽ അമിതമായ റോൾ എടുപ്പിച്ചത്, ഈ വൈകാരികമായി പോസ്റ്റ് ഇട്ടതും നിരന്തരം എല്ലാ ദിവസവും എന്നുള്ളത് പോസ്റ്റ് ഇട്ടതൊക്കെ സതീശൻ്റെ കൂടി താല്പര്യപ്രകാരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സതീശൻ ഒരു നിലപാടെടുക്കുന്നു, ഇവൻ കുഴപ്പക്കാരനാണ്, ഇവനെ അകറ്റി നിർത്തുന്നത്. പക്ഷേ ഇവൻ പെട്ടെന്ന് അതിനെ അതിജീവിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവരെല്ലാം മറികടന്ന് അതേ രമേശ് ചെന്നിത്തല ഇയാളെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണെന്നുണ്ട് സതീശൻ പെട്ടെന്ന്. അതായത് അങ്ങനെയാണ് സത്യത്തിൽ സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിനോട് പിണങ്ങിയതാണ്. ഈ ഗ്രൂപ്പ് സതീശൻ്റെ കൂട്ടത്തിലായിരുന്നു, ഷാഫി അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഈ രമേശ് ചെന്നിത്തലയെ ഭയന്നാണ് സതീശൻ ചാടി ഇറങ്ങുന്നത്. ചെന്നിത്തലയേക്കാൾ വലിയ ശക്തമായിട്ട് രംഗത്തിറങ്ങി. അപ്പം ചെന്നിത്തല ഇവർക്കെതിരെ നീക്കം നടത്തിയാൽ സതീശൻ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് സതീശൻ അമിതാവേശം കാണിച്ചത്. എന്നിട്ട് ഇവൻ പെട്ടെന്ന് കയറി വന്നപ്പോൾ സതീശന് ഈഗോ പ്രശ്നം ഉണ്ടായി. കാരണം ഞാൻ അവനെ ചവിട്ടി ഒതുക്കിയിട്ടും അവൻ എന്നെ മറികടന്ന് കയറി വന്നല്ലോ എന്നുള്ളൊരു ഈഗോ പ്രശ്നമുണ്ട്. അതാണ് പിന്തുണച്ചത്. അപ്പം ഈ ഒരു സാഹചര്യം ഒരു വശത്തുണ്ടാകുന്നു. മറുവശത്ത് ഈ കോൺഗ്രസിൻ്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ, ഒരാളെ ചാട്ടി വീണാൽ ആ അവസരം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഒരാളെ കളഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും അങ്ങനെയാണ്. പണ്ട് നമ്മൾ പേടിച്ചാക്കോടെ കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് MLA നിയമസഭയ്ക്ക് മുമ്പിൽ നിരാഹാരം കടന്നു. ഗാന്ധി എന്റെ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞ് ഇയാളെ രാജിവെക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞു രാജിവെച്ചു. അതിൻ്റെയൊക്കെ പിന്നെ സ്പോൺസർഷിപ്പ് ഉറപ്പാണല്ലോ. ഇന്നിപ്പം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത്, ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് വിഷയത്തിൽ ഞാൻ പറഞ്ഞത്, എല്ലാവരും രാഷ്ട്രീയ നിലപാടെടുത്തോട്ടെ, ഏറ്റവും കൂടുതൽ എനിക്ക് വിദ്വേഷം തോന്നിയത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രവേശനം. അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചരിത്രം എന്താണ്? അത് 2009 16 വർഷം മുമ്പ് മഞ്ചേരിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീയുമായി പിടിയിലാവുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം റിപ്പോർട്ടർ ചാനലിൽ വന്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. ആ സ്ത്രീയുടെ സ്വകാര്യതയെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് നമ്മളാരും കൊടുക്കുന്നില്ലെന്ന് മാത്രം. അന്ന് അനാശാസ്യം എന്ന് പറയുന്ന നിയമമുണ്ട്. ഇന്ന് ആ നിയമം സുപ്രീം കോടതി പ്രായപര. അന്ന് അനാശാസ്യ നിയമമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ത്രീയുമായി അവിടെ പോയി രാത്രി തങ്ങിയപ്പോൾ രാത്രി നാട്ടുകാർ വളഞ്ഞു പിടിച്ചു. നാട്ടുകാർ DYFIക്കാരായിരിക്കും, കോൺഗ്രസ്സുകാരനായ കാരണം നാട്ടുകാർ വളഞ്ഞു പിടിച്ച് നാട്ടുകാരുടെ മധ്യസ്ഥയിൽ പോലീസിൽ കയറ്റി വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ബഹളം വെച്ച് ഇയാളുടെ മേൽ അനാശാസ്യത്തിൻ്റെ കേസെടുത്ത് ഇരുവരെയും മെഡിക്കൽ പരിശോധന നടത്തി മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് ജാമ്യം എടുത്തു വിടുക ചെയ്തത്. ഈ ആൾ പറയുകയാണ് നാറിയവനെ ചുമന്നാൽ ചുമന്നവനാണ്. ഇത് ഞാൻ പറഞ്ഞ ഒരിക്കലും തൻ്റെ ചരിത്രം മറന്നുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പണിക്കിറങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന്റെ വേറൊരു പഴയ പരാക്രമം ഓർമ്മയില്ലേ? കെ മുരളീധരനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയത്. കെ മുരളീധരനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിന് പോലും പൊതുതെരഞ്ഞെടുപ്പിനെ പോലും അത് ബാധിച്ചു എന്നാണ് തോന്നുന്നത്. കെ മുരളീധരനെ കുറിച്ച് മാത്രമല്ലല്ലേ, ഈ ഇദ്ദേഹം PC ജോർജിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? PC ജോർജ് ഒരു പെണ്ണായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ തമ്പാൻ ഒരു 50 രൂപ അയക്ക് തുണിവെക്കി കൊടുത്തതിനെന്ന് എന്ന് പറഞ്ഞ ആളാണ്. ഈ വൃത്തികേടുകൾ പറയുക, ഇത്തരം വൃത്തികേട് അനുഭവമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരാളെ ഈ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു അശ്ലീലം, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അശ്ലീലം. ഇവിടെ ഒരു കാരണവശാലും ഈ ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ നമ്മൾ ആരുമില്ല.
ഈ പക്ഷേ അത് ഇന്ന് മറ്റുള്ളവർ എം എം വാസനെ തിരുവഞ്ചൂരൊക്കെ പറയുമ്പോൾ അവർ വളരെ പക്വതയോട് ഇന്ന് അവരല്ല കുറച്ച് പക്വത കാണിച്ചു. അതെന്നാണെന്നറിയോ, തെരഞ്ഞെടുപ്പ് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന തോന്നലവർക്കുണ്ടായി. പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആഴ്ചയേ ഉള്ളൂ ഇലക്ഷന്. ശബരിമല മോഷണമായിരുന്നു ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. തെക്ക് ഭക്തർക്കിടയിൽ വലിയ വികാരമുണ്ടായിരുന്നു, വടക്ക് മുസ്ലിങ്ങളുടെ എതിർപ്പുണ്ട്. അപ്പോൾ CPM അടിയെ പോകുന്ന പശ്ചാത്തലത്തിൽ CPM വളരെ ബുദ്ധിപരമായി ഇത് റീപ്ലേസ് ചെയ്തെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവേകത്തോടു കൂടി കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ. ഇപ്പം ഞാനിന്നൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ട് വളരെ നിരാശയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഹൈപ്പ് ഉണ്ടാക്കിയതാണ്, പക്ഷേ എല്ലാം പോയി എന്നൊരു നിരാശയെ പറഞ്ഞു. അതിൻ്റെ ഒരു പക്വതയാണ് അവർ കാണുന്നത്. പക്ഷേ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇത് ഒരു കാരണവശാലും കേസ് നിലനിൽക്കാൻ പോകുന്നില്ല, ഒരു കാരണവശാലും. കാരണം എന്താ വെച്ചാൽ ഈ യുവതിയും ഇപ്പം ഞാൻ പറഞ്ഞു ഇയാൾ ഈ പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടാവാം, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, വഞ്ചിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി നിയമത്തിൻ്റെ പിന്നിലുള്ള എല്ലാ വകുപ്പുകളും വാസ്തവത്തിൽ ഊരിപ്പോകാൻ പറ്റുന്നത്. കോടതിയിലെത്തുമ്പോൾ നിയമത്തിന് മുന്നിലേ വരുള്ളൂ. CPM ഏറ്റവും അധികം പ്രഗത്ഭരായ അഭിഭാഷകരുള്ളത്. അവർ അന്വേഷണം കാണും, എന്തൊക്കെ നിൽക്കില്ലെന്ന് അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ളത് ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല. ഈ 2 സാധ്യതയാണുള്ളത്. ഒന്ന്, മുൻകൂർ ജാമ്യം പോകും. മുൻകൂർ ജാമ്യം ഇച്ചിരി സമയം എടുക്കും, കാരണം സെഷൻസ് കോടതിയിൽ ആദ്യം പോകണം, അല്ലെങ്കിൽ ഹൈക്കോടതി പോകണം. അല്ലാതെ ഹൈക്കോടതി നേരിട്ട് പോയി ഹൈക്കോടതി ചിലപ്പോൾ എടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് നല്ല വക്കീൽ പൂന്തോട്ട സാറാണ് ചിലപ്പോൾ എടുത്തെന്ന് വരാവുന്ന. അല്ലെങ്കിൽ കാഷ് ചെയ്യാനായിട്ട് പോകണം, അപ്പോൾ ഒരു സ്റ്റേ മേടിക്കാം, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടും. ഇത് രണ്ടും കഴിഞ്ഞ് ഇദ്ദേഹം ജയിലിൽ പോകാതെ വെളിയിലിറങ്ങാൻ 2 ആഴ്ച വരെയെങ്കിലും എടുക്കാം. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിയും, 2 ആഴ്ച വരെയെങ്കിലും എടുക്കാം. ഇദ്ദേഹത്തെ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേസ് കുറച്ചു കാലം നിലനിൽക്കും. ഇപ്പോൾ എൻ്റെ പേരെടുത്തിരിക്കുന്ന എല്ലാ കേസും നിലനിൽപ്പുണ്ട്. നമ്മൾ ആ ജയിലിലാവാതെ തൽക്കാലം രക്ഷപ്പെട്ടെന്ന് മാത്രമല്ല, കേസ് നിലനിൽക്കുകയാണ്. അതെ. അപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിന് അത് സമയമില്ല. അപ്പോൾ രാഹുലിന് സീറ്റ് നിഷേധിക്കാനാണ് സാധ്യത. അപ്പോൾ രാഹുൽ എന്ത് ചെയ്യും? രാഹുലിൻ്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി സീറ്റ് തരത്തില്ല, രാഹുൽ മത്സരിക്കുക. അങ്ങനെ രാഹുലിൻ്റെ രാഷ്ട്രീയം തീരും. പിന്നീട് ഈ കേസൊക്കെ തീർന്നു വരുമ്പോൾ 8-10 വർഷം എടുക്കും. 8-10 വർഷം കഴിയുമ്പോഴത്തേക്ക് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം തീരുമോ? അതോ രാഹുൽ ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടി മാറുമോ? CPM-നോട് കൂടി എളുപ്പമാണ്. ഏറ്റവും നല്ലത് CPM-നോട് അടുത്ത ഇലക്ഷൻ സീറ്റ് കൊടുക്കും. അടുത്ത ഇലക്ഷൻ ഈ തവണ അത് സീറ്റ് കൊടുക്കും. ഒരു 5 കൊല്ലം സീറ്റ് കിട്ടും. നന്മയുടെ പാതയിലേക്ക് വന്നു. ഞങ്ങളുടെ BJP ചേരാം. BJP-ക്കാരും അങ്ങനെ തന്നെ മാമോദിസ മുഖ്യെടുത്തോളൂ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ ശശി തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാം. ഏറ്റവും നല്ല അതായിരിക്കും. ഈ ഇലക്ഷന്റെ സമയത്തിന് മുമ്പ് ശശി തരൂർ പാർട്ടി, പുതിയ തലമുറയായിരിക്കും. ശശി തരൂറിനും ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, കേസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകണം. അപ്പം ഇത്ര ഏതെങ്കിലും ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത്. പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു പക്വതയില്ലായ്മയും അമിത ആത്മവിശ്വാസം. ഇന്ന് ഞാൻ ഒരു MLA യോട് സംസാരിച്ചപ്പോൾ, ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കോൺഗ്രസ് MLA യോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പെട്ടെന്ന് എന്ത് പദവിയിലേക്ക് എത്തിയാൽ അത് വളരെ വേഗതയിൽ ആര് വേണം, മൂക്കാതെ പഴുത്താൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പം രാഹുലിനും പറ്റി. നമ്മൾ മൂത്തേ പഴുക്കാവൂ, മൂക്കാതെ പഴുത്താൽ അത് പെട്ടെന്ന് പൊഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു, ഈ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല ആളുകളുടെയും അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവത്തിൽ ധാർഷ്ട്യം വരികയും എല്ലാ മേഖലയിലും പ്രശ്നം ഉണ്ടാവും. വേർത്ത് കിട്ടുന്ന പദവിയല്ല, വേർക്കാതെ കിട്ടുന്ന പദവിയും തമ്മിലുള്ളൂ. ഇപ്പം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ താരമായി. 2016 അസംബ്ലി ഇലക്ഷൻ ശരിക്കും പറഞ്ഞാൽ താരമാക്കി. കാര്യം അന്ന് പലരും ഇലക്ഷൻ മത്സരിക്കാൻ പോയി, ഈ ചാനൽ ചർച്ചക്കാരൊക്കെ. അന്ന് ഭയങ്കര പ്രസൻസ് ആയിരുന്നു രാഹുൽ. അത് വലിയൊരു ഗുണം ചെയ്തു പുള്ളിക്ക്. 2021 2016 ഉണ്ടായിരുന്നു. അപ്പോഴും പുള്ളി കയറുന്നു. അപ്പോൾ വല്ലാതെ പുള്ളിക്കൊരു ഹൈപ്പ് സംഭവിച്ചു. 21 കുറച്ചുകൂടെ സജീവമായി. 2020 മത്സരിച്ചില്ലല്ലോ. ഇല്ല. എന്തായാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇപ്പം രാഹുലിൻ്റെ ഒരു വ്യക്തിപരമായ രാഹുലിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇവർക്കാർക്കും കഴിയാൻ പോകുന്നില്ല. ധാർമ്മികമായി രാഹുൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അത് ഉത്തരവാദിത്വമില്ലായ്മയാണ് ചെയ്തത്. പക്ഷേ ഈ ധാർമ്മികത പറയാനുള്ള അവകാശം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല, പ്രത്യേകിച്ച് CPM-നില്ല, ഈ കോൺഗ്രസ് നേതാക്കൾക്കില്ല, ആർക്കുമില്ല. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാൻ രാഹുലിന് കഴിയും, അതിനുള്ള കഴിവുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം, അതായത് ഈ എല്ലാ വിവരങ്ങളും എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല ജ്ഞാനമുണ്ട്, മുഖ്യമന്ത്രിയെ അടക്കമുള്ളവരെ വെല്ലുവിളിക്കുന്ന ധൈര്യമുണ്ട്. ഇപ്പം അയാൾ അവിടെ വാർഡിൽ ഒരു വരണാധികാരിയെ കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു നല്ല പ്രാഗൽഭ്യമുള്ള മനുഷ്യൻ. പക്ഷേ ചർച്ചയിലും കൃത്യമായിട്ട് ഒരാൾ ഇതൊന്ന് പറഞ്ഞാൽ അപ്പം മറുപടി പറയാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് ഇയാളിങ്ങനെ, എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഈ ആഗ്രഹങ്ങളൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ ആഗ്രഹങ്ങൾ അടിച്ചമർത്തണ്ടേ. കാരണം നമ്മുടെ മുമ്പിലുള്ള പദവിയും
ഭാവി എന്ന് പറഞ്ഞാൽ വളരെ ശോഭനമായ ഒരു ഭാവി മുന്നിൽ വന്ന് എന്തെല്ലാം വഴികളുണ്ട്. UK-ലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്കോ ഒക്കെ പോകാനായിട്ട് സ്പോൺസർ ചെയ്യാൻ ആളുകളുണ്ട്. വല്ലപ്പോഴും പോവുക, രോഗം തീർക്കുക, തിരിച്ചു വരിക. നമ്മുടെ വലിയ നേതാക്കന്മാർ ഇവിടെയൊക്കെ വരണ്ട, എനിക്കറിയാവുന്ന പലരും ഉണ്ട്. അവിടെയൊക്കെ ഇവരെ സ്പോൺസർ ചെയ്യാനും ഇവരുടെയൊക്കെ കാര്യം ആളുകളുണ്ട്. ഇവരെയൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ എനിക്ക് കൃത്യമായി പരിചയമുള്ള വലിയ ചില ഒരു മഹാനായ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട് എവിടെ പോയെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത്തരം സാഹചര്യം അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് അതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തായാലും രാഹുൽ ഇങ്ങനെ ഒരു കൈവിട്ട കളിയാണ് കളിച്ചത്. രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തൽക്കാലം അതൊരു തിരിച്ചടിയാണ്. ഇതിനെ എങ്ങനെ ഈ നിരപരാധിയാണെന്ന് തെളിയിച്ച് ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ പോലും ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. നമസ്കാരം.